വൈൻ ജാഹദാക, അഥവാ നിന്റെ വാപ്പ നിന്റെ ഉമ്മ അള്ളാഹിന്റെ വാക്ക് പാലിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, നേരത്തെ അള്ളാഹു ഖുർആനിലൂടെ ലുഖ്മാനിന്റെ നാവിലൂടെ പഠിപ്പിച്ച ശിർക്ക് ചെയ്യരുത് എന്ന് കൽപ്പിച്ച ആ കൽപ്പന ധിക്കരിക്കുന്ന ഉമ്മയോ വാപ്പയോ നിന്റെ വാപ്പയോ ഉമ്മയോ ആണെങ്കിൽ വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അള്ളാഹു അനുവാദം നൽകാത്തതായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൂടെ ഷിട്ടികളെ പങ്കു ചേർക്കാൻ വേണ്ടി നിന്നോട് ഉമ്മയും വാപ്പയും കൽപ്പിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, ഈ കാര്യത്തിൽ നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും അഥവാ അവർ ഏറ്റവും വലിയ പരാക്രമമാകുന്ന ശിർക്ക് നിന്റെ മാതാപിതാക്കൾ ചെയ്താൽ പോലും അവർക്ക് നീ ചെയ്യേണ്ടതായ അവകാശം നീ ചെയ്യൽ നിന്റെ ബാധ്യതയാണ്. അവരുടെ അവകാശത്തിൽ നീ വീഴ്ച വരുത്തരുത്. അവരുടെ ആ പരാക്രമത്തിനുള്ള തക്കതായ പ്രതികാരം പരലോകത്തിൽ അവർ ഏൽക്കും. ആ രൂപത്തിൽ തന്നെയാണ് അവർ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ, പക്ഷെ നിന്റെ ബാധ്യത നീ നിർവഹിക്കുന്നതിൽ നീ വീഴ്ച വരുത്താൻ, അവൾ മുശ്രിക്കല്ലേ, അവൾ മുശ്രിക്കത്തല്ലേ, അവൻ മുശ്രിക്കല്ലേ എൻ്റെ വാപ്പ, അതുകൊണ്ട് അവന് ഞാൻ ചെലവ് കൊടുക്കൂല, അവനെ ഞാൻ കൂട്ടാക്കൂല, അവന് ഞാൻ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂല, അവന് വസ്ത്രവും ഭക്ഷണവും വാങ്ങിക്കൊടുക്കൂല എന്ന് പറയാനുള്ള അധികാരം നിനക്കില്ല. ആ ബാധ്യത അഥവാ മാതാപിതാക്കൾക്കുള്ള ബാധ്യത നീ നിർവഹിച്ചാലേ തീരൂ എന്ന് വിശുദ്ധ ഫുർഖാൻ അലീമിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ലുഖ്മാനുൽ ഹക്കീമിന്റെ ഉപദേശമായിട്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇത് നമുക്കും പാഠമാണ്, നമുക്കും ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മാതാപിതാക്കൾ നാം ഉൾക്കൊണ്ടതായ തൗഹീദ് ഉൾക്കൊള്ളാത്തവരാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ അവകാശം നിറവേറ്റുന്നതിൽ നാം വീഴ്ച ഒരിക്കലും വരുത്താൻ പാടുള്ളതല്ല. അതേ സമയത്ത് യുക്തിയുക്തം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. നമുക്ക് പരിചയമുള്ള ഈ മദീനയെ മദീനയാക്കാൻ വേണ്ടി പാടുപെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് മദീനക്കാരെ തപ്പുമുട്ടി പാട്ടുപാടി സ്വീകരിക്കാനുള്ള അന്തരീക്ഷം ചുറ്റുപാടുണ്ടാക്കിയിട്ട് ഈ ഇസ്ലാമിന് വേണ്ടി പോരാടി പരിശ്രമിച്ചു. ഒരു പോർക്കളത്തിൽ, രണ്ടാമത്തെ യുദ്ധത്തിൽ പോർക്കളത്തിൽ പതാക ഏറ്റിയതായ മുസ്അബ് ഇബ്നു ഉമൈർ എന്നിട്ട് ചിഹ്നമായിട്ട് ശരീരത്തെ തുണ്ടാക്കി ആ പോർക്കളത്തിന് മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി ആഹൂതി ചെയ്ത് ഷഹീദായി പോയതായ മഹാവ്യക്തിത്വം ഈ ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മാതാവും പിതാവും കൂടി അറസ്റ്റ് ചെയ്ത ജയിലിൽ നിന്നിട്ട് ചങ്ങല പൊട്ടിച്ചിട്ടായിരുന്നു വന്നത്. അവർ അമുസ്ലിങ്ങളായിരുന്നു. എത്രത്തോളം ചരിത്രത്തിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത് അവരെ ദ്രോഹിച്ച മർദ്ദിച്ച ഉമ്മ മുസ്ലിമത്ത അല്ലാതെ കാഫറത്തായിട്ടാണ് മരിച്ചുപോയത് എന്നതാണ്. ആരുടെ? ഈ മദീനയെ മദീനയാക്കിയ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ഉമ്മയുടെ സ്ഥിതിയാണ് പറയുന്നത്. അതുകൊണ്ട് അതിലൊന്നും നാം ബേജാറാക്കേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ ലീസ്റ്റിൽ അങ്ങനെയുള്ളതായ തഖ്ദീർ അനുസരിച്ച് വരുന്നത് പോലെ വരും. നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ജോലി എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുക. വമാ അലൈക്കൽ ബലാഗ്, നിന്റെ ബാധ്യത ജനങ്ങൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. അവരുടെ ഹൃദയത്തിലേക്ക് കയറ്റുക, അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ളതായ ആ ഹിദായത്ത് നൽകുക. അത് അള്ളാഹുവിൻ്റെ കഴിവാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. നിന്റെ ജോലി നീ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അതേ സമയത്ത് മാതാപിതാക്കൾക്കുള്ള ആ ബാധ്യതയിൽ നീ അവർ മുശ്രിക്കുകളായിരുന്നാലും വീഴ്ച വരുത്തരുത് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്.